മഞ്ചാടി, ചേച്ചി എന്തിനാ വന്നത്? പോലീസ് സ്റ്റേഷനിൽ വെച്ചൊരു തീരുമാനം എടുത്ത് പിരിഞ്ഞല്ലേ നമ്മള്? അങ്ങനെ പിരിയാൻ പറ്റുന്ന ബന്ധമാണോ മഞ്ചാടി നിനക്ക് നിന്റെ അച്ഛനോടും ചേച്ചിമാരോടും ഉള്ളത്? അത് അവരും കൂടി ചിന്തിക്കേണ്ടതായിരുന്നു സത്യേട്ടാ. എന്നോട് അവർക്ക് സ്നേഹമായിരുന്നെങ്കിൽ എന്റെ സന്തോഷത്തെ തല്ലിക്കെടുത്താൻ അവർ നോക്കൂലായിരുന്നു. നീ തിരഞ്ഞെടുത്ത സന്തോഷത്തിന്റെ വഴി ശരിയല്ലെന്ന് തോന്നിയ അത് തിരുത്താനുള്ള ഉത്തരവാദിത്തം നിന്റെ അച്ഛനും കൂടപ്പിറപ്പുകൾക്കും ഇല്ല മോളെ. ഞാനും ജീവൻരാജും തമ്മിലുള്ള കണക്ഷൻ ശരിയല്ലെന്നും അത് ശരിയാവില്ലെന്നും നിങ്ങൾക്ക് എപ്പോ എങ്ങനെ പറയാൻ പറ്റും? എല്ലാ വശങ്ങളും നോക്കി ജാതകപ്പൊരുത്തം നോക്കിയല്ലേ എന്റെ ചേച്ചിമാരുടെ കല്യാണം നമ്മുടെ അച്ഛൻ നടത്തി തന്നത്. എന്നിട്ട് ആ ബന്ധങ്ങളൊക്കെ ഇപ്പൊ ശരിയായ രീതിയിലാണോ പോകുന്നേ? എന്നാ ഞാനും ജീവന് ശരിയാണെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തെളിയിക്കും. സുശീലാന്റി ഞങ്ങളുടെ കല്യാണം ഉടനെ നടത്തി തരുമെന്ന് പറഞ്ഞിരിക്കുക. ദയവ് ചെയ്ത് അതിന് തടസ്സം നിൽക്കാൻ വരരുത്. മഞ്ചാടി, എന്റെ അമ്മയെക്കുറിച്ച് ഞാൻ കുറ്റം പറയാൻ പാടില്ല. പക്ഷെ ഇക്കാര്യത്തിൽ എനിക്ക് പറഞ്ഞേ പറ്റൂ. അമ്മ നിന്നെ ഉപയോഗിച്ച് അനന്തമാഷിനോടും കുടുംബത്തോടും പകരം വീട്ടുന്നതാണ്. നീ അതിന് നിന്ന് കൊടുക്കരുത്. സത്യേട്ടന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സ്വാർത്ഥത ഉണ്ടെങ്കിൽ സത്യേട്ടൻ അമ്മയെ മാറ്റിയെടുത്താൽ മതി. ജീവന്റെ എന്റെയും കല്യാണം ഞങ്ങളുടെ കൂടി ആവശ്യമാ. സുശീലാന്റെ നടത്തി തരുമ്പോ അവരുടെ ഉദ്ദേശം എന്താന്ന് നോക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. നീ അത്രയ്ക്ക് അഹങ്കരിക്കല്ലേ മഞ്ചാടി. നീ പറയുന്ന സുശീലാന്റി എന്റെ അടുത്ത് വന്നിരുന്നു. അവരാവശ്യപ്പെട്ട കാര്യത്തിന് ഞാനൊന്ന് സമ്മതം മൂളിയാലേ നിന്റെ കല്യാണം അവര് നടത്തില്ലെന്ന് മാത്രമല്ല, നിന്നെ ജീവൻരാജനെയും കൂടെ എന്നേക്കുമായി പിരിച്ചു തരാന്ന് അവരെനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. മഞ്ചാടി, ഇതാ ഞാൻ നിന്നോട് പറഞ്ഞേ ആരെയും കാണണ്ടാന്ന്. ഇതുപോലെ പലരും ഇനി ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിക്കൊണ്ടുവരും. വേറെ വഴിയൊന്നും ഇല്ലല്ലോ. വഴി അറിയാഞ്ഞിട്ടല്ല ഹർഷൻ, എന്റെ അനിയത്തെ ഇവിടെ താമസിപ്പിച്ച് വഴി തെറ്റിക്കാൻ ശ്രമിച്ചതിനെ നിന്റെ കാരണത്ത് ഞാനൊന്ന് പൊട്ടിച്ച എന്നോടാരും ചോദിക്കാൻ വരില്ല.